അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി സദൃശവാക്യങ്ങൾ 11-ാം അധ്യായം 4-ാം വാക്യം നമുക്ക് വായിക്കാം. ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല, നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ചെന്ന് അതിന് കൈവശമാക്കി അവിടെ കുടിപ്പാർത്ത ശേഷം എൻ്റെ ചുറ്റുമുള്ള സകല ജാതികളെയും പോലെ ഞാനൊരു രാജാവിനെ എൻ്റെ മേലാക്കുമെന്ന് പറയുമ്പോൾ, നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന രാജാവിനെ നിൻ്റെ മേൽ ആക്കണം. നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നൊരുത്തനെ നിൻ്റെ മേൽ രാജാവാക്കണം. നിന്റെ സഹോദരനല്ലാത്ത അന്യജാതിക്കാരനെ നിൻ്റെ മേൽ രാജാവാക്കിക്കൂടാ. എന്നാൽ അവന് കുതിര അനവധി ഉണ്ടാകരുത്. അധികം കുതിര സമ്പാദിക്കേണ്ടതിന് ജനം മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുവാൻ അവനിട വരുത്തരുത്. ഇനിമേൽ ആ വഴിക്ക് തിരിയരുത് എന്ന് യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അവൻ്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിപ്പാൻ അനേകം ഭാര്യമാരെ അവൻ എടുക്കരുത്. വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കുകയും അരുത്. അവൻ തൻ്റെ രാജാസനത്തിലിരിക്കുമ്പോൾ ലേവ്യരായ പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് ഈ ന്യായപ്രമാണം വാങ്ങി അതിൻ്റെ ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ എഴുതിയെടുക്കണം. ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും അവൻ പ്രമാണിച്ചു നടന്ന് തൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അത് അവൻ്റെ കൈവശം ഇരിക്കുകയും അവൻ്റെ ഹൃദയം സഹോദരന്മാർക്കും മീതെ അഹങ്കരിച്ചുയരാതെയും അവൻ കൽപ്പന വിട്ടിടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിനും അവനും അവൻ്റെ പുത്രന്മാരും ഇസ്രയേലിൻ്റെ ഇടയിൽ ദീർഘകാലം രാജ്യഭാരം ചെയ്യേണ്ടതിനുമായി അവൻ തൻ്റെ ആയുഷ്കാലമൊക്കെയും അത് വായിക്കുകയും വേണം. ആവർത്തന പുസ്തകം 17-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. എന്നാൽ ശലോമോൻ രാജാവായപ്പോൾ അവൻ കുതിരകളെയും ഭാര്യമാരെയും അനവധി സമ്പാദിച്ചു, വെള്ളിയും പൊന്നും അനവധി സമ്പാദിച്ചു. ഇസ്രയേൽ രാജാവ് ഇസ്രയേൽ കന്യകയെ മാത്രമേ ഭാര്യയായി എടുക്കാവൂ എന്ന ന്യായപ്രമാണം നിലനിൽക്കെ ശലോമോൻ ഫറവോൻ്റെ മകളെ വിവാഹം കഴിച്ചു എന്ന് 1 രാജാക്കന്മാർ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശലോമോൻ്റെ സമ്പത്തിൻ്റെ വിവരങ്ങൾ 2 ദിനവൃത്താന്ത പുസ്തകം 9-ാം അധ്യായം 1 മുതൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ശലോമോൻ രാജാവിൻ്റെ സകല പാനപാത്രങ്ങളും പൊന്നുകൊണ്ടും ലെബനോൻ ഗൃഹത്തിലെ ഉപകരണങ്ങളൊക്കെയും തങ്കം കൊണ്ടുമായിരുന്നു. വെള്ളിക്ക് ശലോമോൻ്റെ കാലത്ത് വിലയില്ലായിരുന്നു എന്ന് 2 ദിനവൃത്താന്ത പുസ്തകം 9-ാം അധ്യായം 20-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ദൈവം അരുത് എന്ന് ന്യായപ്രമാണത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കുവാൻ ശലോമോൻ തയ്യാറായില്ല. മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകരുതെന്ന് ദൈവം കൽപ്പിച്ചെങ്കിൽ മിസ്രയീം രാജാവിൻ്റെ മകളെ തന്നെ ശലോമോൻ വിവാഹം കഴിച്ചു. മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകാതിരിക്കുവാനായി ധാരാളം കുതിരകളെ സമ്പാദിക്കരുതെന്ന ന്യായപ്രമാണമുള്ളപ്പോൾ ശലോമോൻ അനവധി കുതിരകളെ മിസ്രയീമിൽ നിന്നും മേടിച്ചു. വെള്ളിയും പൊന്നും അനവധി സമ്പാദിക്കരുതെന്ന് യഹോവ കൽപ്പിച്ചെങ്കിൽ ശലോമോൻ അനവധി വെള്ളിയും പൊന്നും തങ്കവും സമ്പാദിച്ചു. ഇപ്പോൾ അവൻ വലിയ സമ്പന്നനാണ്. എന്നാൽ അത്രമാത്രം സമ്പത്തുള്ള ശലോമോൻ സദൃശവാക്യങ്ങൾ എഴുതിയപ്പോൾ പറയുകയാണ്, ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല, നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. സദൃശവാക്യങ്ങൾ 11-ാം അധ്യായം 4-ാം വാക്യമാണ് നാം വീണ്ടും കേട്ടത്. ദൈവത്തിൻ്റെ നീതിയുണ്ട്, മനുഷ്യൻ്റെ നീതിയുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. സദൃശവാക്യങ്ങൾ 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്ന നീതി മനുഷ്യൻ്റെ നീതിയെക്കുറിച്ചല്ല, ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചാണ് എന്ന് സ്പഷ്ടം. ഞങ്ങളുടെ നീതി പ്രവൃത്തികളെല്ലാം കറപുരണ്ട തുണി പോലെ അത്ര എന്ന യെശയ്യാ പ്രവചനം 64-ാം അധ്യായം 6-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യത്തിൽ നാം സംശയിക്കേണ്ട കാര്യമില്ല. നീതിയോ മരണത്തിൽ നിന്നും രക്ഷിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നീതി നമ്മെ മരണത്തിൽ നിന്നും രക്ഷിക്കും എന്നാണ്. ഇനി ഏത് മരണത്തിൽ നിന്നാണ് നമ്മെ രക്ഷിക്കുക എന്ന് നാം മനസ്സിലാക്കുന്നതിന് മുമ്പേ ഏതെല്ലാം മരണങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിന് ശേഷം ആദ്യമായി മനുഷ്യൻ മരിച്ചത് ഏദൻ തോട്ടത്തിൽ വെച്ചായിരുന്നു. ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപ്പെടുന്നതിനെ മരണമെന്ന് നാം പറയുന്നുണ്ടെങ്കിലും അതിനെ ബൈബിൾ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: 1, നിദ്ര പ്രാപിച്ചു എന്നും 2 തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു എന്നുമാണ്. ഇതിൽ നിദ്ര പ്രാപിച്ചു എന്ന വാക്കുകൊണ്ടും
തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു എന്ന വാക്കുകൊണ്ടും അർത്ഥമാക്കുന്നത് ശരീരത്തിൽ നിന്നും വേർപെട്ട ആത്മാവ് മറ്റെവിടെയോ ചെന്നെത്തി എന്നാണ്. യേശു ആ സ്ഥലത്തിന് പറയുന്ന പേര് ക്രൂശീകരണത്തിന് മുമ്പ് പാപം ചെയ്ത് മരിച്ചവർ യാതനാ സ്ഥലത്തും ദൈവവചനം അനുസരിച്ച് ജീവിച്ചവർ അബ്രഹാമിൻ്റെ മടി എന്ന സ്ഥലത്തും എത്തിച്ചേരും എന്നാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിലെ ലാസറിൻ്റെയും ധനവാന്റെയും ഉപമകളിൽ കൂടി ഇത് വെളിപ്പെടുത്തുന്നു. എന്നാൽ കാൽവരി ക്രൂശിൽ യാതന അനുഭവിക്കുന്ന സമയത്ത് മാനസാന്തരപ്പെട്ട കള്ളനോട് യേശു പറയുന്നത് പറുദീസയിൽ പ്രവേശിക്കും എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ, ശരീരത്തിൽ നിന്നും ആത്മാവ് പോയാൽ ആ വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ ദൈവകൽപ്പന അനുസരിച്ചാണ് ജീവിച്ചതെങ്കിൽ പറുദീസയിലും, ദൈവകൽപ്പന അനുസരിക്കാതെയാണ് ജീവിച്ചതെങ്കിൽ യാതനാസ്ഥലത്തും ചെന്നെത്തും എന്ന് കർത്താവ് സൂചിപ്പിച്ചു. പാപം ചെയ്ത് ദൈവവചനവും ദൈവകൽപ്പനയും അനുസരിക്കാതെ ജീവിച്ച ഒരു വ്യക്തിക്ക് മാനസാന്തരപ്പെടുവാൻ ദൈവം ഒത്തിരി അവസരങ്ങൾ കൊടുക്കും. എന്നാൽ മരിച്ചതിന് ശേഷം ഒരു അവസരമോ മരിച്ച ആളിൻ്റെ ആത്മാവിനൊരു ശുദ്ധീകരണ സ്ഥലമോ ഉള്ളതായി ബൈബിൾ പഠിപ്പിക്കുന്നില്ല. തന്നെയുമല്ല, യേശു മാനസാന്തരപ്പെട്ട കള്ളനോട് പറഞ്ഞത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്നാണ്. 40 ദിവസം കഴിഞ്ഞ് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്നല്ല യേശു പറഞ്ഞത്. ആയതിനാൽ ഒരു വ്യക്തിയുടെ ആത്മാവ് ശരീരം വിട്ടാൽ മിന്നലിനേക്കാൾ വേഗത്തിൽ യാതനാസ്ഥലത്തോ പറുദീസയിലോ എത്തിപ്പെടുന്നു. ഇതാണ് മരണം എന്ന് നാം ചിന്തിക്കുന്ന ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ടാൽ സംഭവിക്കുന്നത്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്ന മരണം എന്നത് മനുഷ്യൻ്റെ ആത്മാവിന് ദൈവാത്മാവുമായി ബന്ധപ്പെടുവാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതിനെ ആണ്. മനുഷ്യാത്മാവിൽ നിന്നും ദൈവാത്മാവ് പുറത്തു പോകുന്ന അവസ്ഥയ്ക്കാണ് ആത്മീക മരണം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. അഥവാ ദൈവാത്മാവിന് മനുഷ്യാത്മാവിനോട് ഇടപെടുവാൻ പറ്റാത്ത അവസ്ഥ. ആദാമിനോട് ദൈവം പറഞ്ഞു, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെക്കുറിച്ച് അറിവ് തരുന്ന വൃക്ഷഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. സർപ്പത്തിൻ്റെ ഉപദേശപ്രകാരം ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ദൈവത്തെപ്പോലെ ഇരുന്നിരുന്ന ഹവ്വയോട് നീ ദൈവത്തെപ്പോലെയാകുവാൻ നന്മതിന്മകളെക്കുറിച്ച് അറിവ് തരുന്ന പഴം തിന്നേണം എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഉപദേശത്തേക്കാൾ ഹവ്വ സാത്താൻ്റെ ഉപദേശത്തിന് പ്രാധാന്യം കൊടുത്തു. പഴം പറിച്ചു തിന്നു ഭർത്താവിന് കൊടുക്കുകയും ചെയ്തു. ആ പഴം തിന്ന ഉടനെ തങ്ങൾ നഗ്നരാണെന്ന് അവർ അറിയുകയും ദൈവവുമായി അവർക്ക് ഉണ്ടായിരുന്ന ബന്ധം നഷ്ടപ്പെടുകയും ചെയ്തു. സാത്താനെ അവർ അനുസരിച്ചപ്പോൾ സാത്താൻ അവരിൽ പ്രവേശിച്ചു. ദൈവ തേജസ് അവർക്ക് നഷ്ടമായി. സാത്താൻ ദൈവത്തെ ഭയപ്പെടുന്നത് പോലെ അന്നുവരെയും ദൈവസാന്നിധ്യം കൊതിച്ചിരുന്ന ആദാമും ഹവ്വായും ദൈവസാന്നിധ്യത്തെ ഭയപ്പെടുവാനും ഒളിക്കുവാനും തുടങ്ങി. നീതിമാനായ ദൈവത്തിന് അറിയാമായിരുന്നു സാത്താൻ അവരെ വഞ്ചിച്ചു എന്ന്. ദൈവം അതിന് പരിഹാരം മുമ്പേ തന്നെ ഒരുക്കി വെച്ചിരുന്നു. അത് താൻ തന്നെ മനുഷ്യനായി ഭൂമിയിൽ വന്ന് മനുഷ്യൻ്റെ അനുസരണക്കേട് മൂലമുള്ള പാപവും അതിൻ്റെ ഫലമായുണ്ടായ ശാപവും തീർക്കുവാൻ സ്വയം യാഗമായി തീർന്ന് തൻ്റെ രക്തത്താൽ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുകയും മനുഷ്യനെ നഷ്ടപ്പെട്ട ദൈവ തേജസ് വീണ്ടും അവർക്ക് മടക്കി കൊടുക്കുകയും ചെയ്യുക എന്നതായിരുന്നു പരിഹാരം. അതിന് പ്രകാരം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശു കന്യകയിൽ നിന്നും ജനിച്ച് 33.5 വർഷം ഭൂമിയിൽ ജീവിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും പിശാച് ബാധിച്ചവർക്ക് വിടുതൽ നൽകുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്തു. തന്നെയുമല്ല, തിരുവെഴുത്തുകളിൻ പ്രകാരം അവൻ യഹൂദന്മാരാൽ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത് റോമൻ പടയാളികളാൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും പെന്തിയോസ് പീലാത്തോസിൻ്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിക്കുകയും കാൽവരി ക്രൂശിൽ ഇരു കള്ളന്മാരുടെ നടുവിൽ അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെട്ടവനായി തീർന്ന് തിരുവെഴുത്തുകളിൻ പ്രകാരം മരിക്കുകയും സമ്പന്നന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു എന്ന തിരുവെഴുത്തുകൾ നിവൃത്തി വരുവാൻ തക്കവണ്ണം അരിമത്യക്കാരനും മന്ത്രിയുമായിരുന്ന സമ്പന്നൻ്റെ കല്ലറയിൽ അടക്കപ്പെടുകയും തിരുവെഴുത്തുകളിൻ പ്രകാരം അവൻ 3-ാം ദിവസം ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുകയും 40 ദിവസം ഏകദേശം 15 പ്രാവശ്യം ശിഷ്യന്മാർക്കും മറ്റനേകർക്കും പ്രത്യക്ഷനാവുകയും ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ ഉപദേശിക്കുകയും 40-ാം ദിവസം അനേകരുടെ മുന്നിൽ വെച്ച് പിതാവിൻ്റെ അടുത്തേക്ക് സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു. ഈ യേശു തനിക്കായി മരിച്ചു എന്നും തൻ്റെ പാപം പോക്കുവാൻ ഈ യേശുവിൻ്റെ രക്തം മതിയായതാണെന്നും വിശ്വസിക്കുകയും അനുസരിക്കണമെന്ന് യേശു കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നിത്യജീവൻ അവകാശികളായി തീരേണ്ടതിന് അനുസരിക്കുകയും
യേശുവിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് അവൻ ഉപദേശിക്കുന്നത് പോലെ ജീവിക്കുകയും ചെയ്താൽ നിത്യജീവൻ അവകാശികളായി തീരും എന്ന ദൈവകൽപ്പന അനുസരിക്കുന്നവർക്ക് അഥവാ ജയിക്കുന്നവർക്ക് ദൈവം തൻ്റെ പുത്രത്വം നൽകും എന്ന് വിശ്വസിക്കുകയും അപ്രകാരം ജീവിച്ച് ജയിക്കുകയും ചെയ്യണം എന്നതാണ് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. ഇതാണ് ദൈവത്തിൻ്റെ നീതി. ഈ ദൈവനീതി പിന്തുടരുന്നവരെ ദൈവം രണ്ടാം മരണമായ ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ നിന്നും രക്ഷിക്കും എന്ന് സദൃശവാക്യങ്ങൾ 11-ാം അധ്യായം 4-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. നാം ഇതിന് ആദ്യമായി ചെയ്യേണ്ടത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ദൈവശബ്ദം കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുക എന്നതാണ്. ഏതെനിൽ പാപം മൂലം ആത്മാവ് മരിച്ച അവസ്ഥയിലുള്ള ആദാമിൻ്റെ പിതൃത്വം ഉള്ള സകലരും ആത്മാവ് മരിച്ച അവസ്ഥയിലാണ് ജനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒന്നാം മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. സുവിശേഷകരിൽ നിന്നും മാനസാന്തരപ്പെടുവാനുള്ള സുവിശേഷം കേൾക്കുകയും മാനസാന്തരപ്പെട്ട് സ്നാനം മുങ്ങിയതിന് ശേഷം പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിക്കുകയും ചെയ്യുക എന്നതാണത്. അങ്ങനെ അഭിഷേകം പ്രാപിച്ച വ്യക്തികളെ ബൈബിൾ വിളിക്കുന്ന പേര് പുതിയ മനുഷ്യൻ എന്നാണ്. ആ വ്യക്തിയുടെ പിതൃത്വം രണ്ടാം മനുഷ്യനായ ക്രിസ്തുവിൽ ആണ്. ഇങ്ങനെ വീണ്ടും പുതു മനുഷ്യനായി തീരുന്നതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇങ്ങനെ ജനിക്കുന്ന വ്യക്തി തൻ്റെ മരണം വരെ വിശ്വസ്തനായി പാപത്തെ ജയിക്കുന്നവർക്ക് മാത്രമേ നിത്യനരകമാകുന്ന രണ്ടാം മരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയൂ. മനുഷ്യൻ്റെ പണം കൊണ്ടോ പ്രതാപം കൊണ്ടോ കുലമഹിമ കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ഒന്നും നിത്യമരണമായ അഥവാ രണ്ടാം മരണമായ ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. എത്ര കോടീശ്വരനാണെങ്കിലും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. എന്നാൽ രക്ഷപ്പെടുവാൻ ദൈവം മനുഷ്യന് ഒരുക്കി വെച്ച ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവൻ്റെ രക്തത്തിൽ ആശ്രയിക്കുകയും യേശുവിനെ അനുസരിച്ച് പാപത്തെ ജയിക്കുകയും ചെയ്യണമെന്ന ദൈവനീതി അംഗീകരിക്കുന്നവരെ ദൈവം നമ്മുടെ നീതി പ്രവൃത്തികളല്ല സൗജന്യമായി തൻ്റെ പുത്രൻ മൂലം നീതീകരിക്കുകയും നിത്യനരകത്തിൽ നിന്നും നമ്മെ രക്ഷിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്യും. ആകയാൽ നമുക്ക് നമ്മുടെ നീതിപ്രകാരവും ലോകത്തിനൊത്തവണ്ണവും ജീവിക്കാതെ നമ്മുടെ കഴിവിലോ സമ്പത്തിലോ ആശ്രയിക്കാതെ ക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കാം. പാപത്തോടെ പോരാടി ജയിക്കാം. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നിത്യജീവനെ അവകാശമാക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ നിത്യജീവൻ അവകാശമാക്കുവാൻ തക്കവണ്ണം നിത്യജീവൻ അവകാശികളായി തീരുവാൻ തക്കവണ്ണം അങ്ങയുടെ വചനം പ്രമാണിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അങ്ങയുടെ വചനം പ്രമാണിക്കുവാൻ അവർക്കും അടിയനും കൃപ തന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.